വയനാട്ടിലെയും ചേലക്കരയിലെയും ഉപതെരഞ്ഞെടുപ്പ് കാര്യങ്ങളെക്കുറിച്ചാണ്. വോട്ടിംഗ് ശതമാനം നന്നായി കുറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും വയനാട്ടിലൊക്കെ ഒരു 10% കുറവ് എന്ന് പറയുമ്പോൾ അവിടെ 5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ടാകുമെന്നാണ് കോൺഗ്രസും UDF കണക്കൂട്ടിയത്. പക്ഷേ അതൊക്കെ ഇനി നടക്കുമെന്ന് സംശയമുണ്ട് എന്ന പോളിംഗ് ശതമാനത്തിൽ വലിയൊരു കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പല രീതിയിലാണ് അതിനെ രാഷ്ട്രീയ പാർട്ടികൾക്കാണ് നമുക്കറിയാലോ. തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയം ചർച്ച ചെയ്തില്ല, അത് കാരണമായി എന്ന് LDFന്റെ സ്ഥാനാർത്ഥി പറയുന്നു. അതുപോലെ NDA ആണെങ്കിലും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. തീർച്ചയായിട്ടും പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളത് ഒരു വലിയ തിരിച്ചടി തന്നെയാണ്, അതിലൊരു സംശയമില്ല. അത് ആർക്ക് അനുകൂലമാവുന്നു, ആർക്ക് പ്രതികൂലമായി ഭാവിക്കുന്നു എന്നൊക്കെയുള്ളതാണ് നമുക്കിനി കാത്തിരുന്ന് കാണുന്നത്. എന്തായാലും വിധിദിനം എന്ന് പറയുന്നത് ശരിക്കും ആ വോട്ടെണ്ണൽ ദിനമാണല്ലോ. ഓക്കെ, നോക്കാം. ശ്രീകാന്താണ് കൂടുതൽ വിവരങ്ങളുമായി ചെയ്യുന്നത്. ശ്രീകാന്ത്, വെരി ഗുഡ് മോർണിംഗ്. മോർണിംഗ് വാക്കിലാണോ ശ്രീകാന്ത്? നടക്കാറുണ്ടോ, ഓടാറുണ്ടോ, ഓടിക്കാറുണ്ടോ? പ്രജിൻ ഇടയ്ക്കൊക്കെ നടക്കാറുണ്ട്, ഇടയ്ക്ക് ഓടാറുണ്ട്. അതെപ്പോഴൊക്കെയാ? ശ്രീകാന്ത്, നമ്മുടെ വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ പോളിംഗ് ശതമാനത്തിലെ കുറവ്, അതിനെക്കുറിച്ചാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകൂട്ടൽ. അത് എങ്ങനെയൊക്കെ മാറും, എങ്ങനെയൊക്കെ റിഫ്ലക്ട് ചെയ്യും എന്നതിലൊരു വ്യക്തതയിലേക്ക് പാർട്ടികൾ എത്തുന്നുണ്ടോ? രജനി, ചേലക്കരയിലെയും വയനാട്ടിലെയും കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നത് അത് വയനാട് തന്നെയാണ്. കാരണം ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുള്ള പോളിംഗ് ശതമാനം 64.72%. ഒരു കാര്യം ഓർക്കേണ്ടത്, അവിടെ മത്സരിച്ച ആളുകളുടെ ഒരു പ്രൊഫൈൽ നോക്കുമ്പോൾ ഇത്രയൊന്നും പോരാ. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി മത്സരരംഗത്തേക്ക് വരുമ്പോൾ അവിടെ പ്രതീക്ഷിച്ചിരുന്ന ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് ഇതല്ല. കാരണം കോൺഗ്രസ് ഏതാണ്ട് ഒരു 5 ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം അവിടെ പ്രിയങ്ക ഗാന്ധിക്ക് പ്രതീക്ഷിച്ചതാണ്. അപ്പോൾ അവർ ആ രീതിയിലുള്ള പ്രചാരണം അവരവിടെ നടത്തിയിരുന്നോ എന്നുള്ള കാര്യം സംശയകരമാണ്. പക്ഷേ പ്രചാരണം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഒരുപക്ഷെ ആളുകളുടെ ഈ വോട്ട് ചെയ്യാനുള്ള ഒരു വിമുഖത ഉണ്ടായിരുന്നു. ഈ തുടർച്ചയായി അടുത്തടുത്ത് ഈ തെരഞ്ഞെടുപ്പ് വന്നത് അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ് എന്നൊരു പ്രചാരണം കൂടി ആ നാട്ടിലുണ്ടായിരുന്നു. അതൊരു പക്ഷേ ബാധിച്ചിട്ടുണ്ടാകാം എന്നാണ് ഇപ്പോൾ കരുതുന്നത്. അതായത് 72.92 ആയിരുന്നു കഴിഞ്ഞ തവണത്തെ പോളിംഗ് പെർസെൻറ്റേജ്. അതിപ്പോൾ ഇത്ര കുത്തനെ ഇടിഞ്ഞതാണ് താഴേക്ക് പോയിട്ടുള്ളത്. പക്ഷെ അത് UDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം 5 ലക്ഷം എന്തായാലും ഉണ്ടാകില്ല ഭൂരിപക്ഷം എന്നുള്ള കാര്യം അവർ ഉറപ്പിച്ചിട്ടുണ്ട്. ബാക്കി ഇനി എത്ര ഉണ്ടാകും എന്ന് കണ്ടറിഞ്ഞാൽ മതി. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെക്കാൾ താഴേക്ക് പോകാതിരുന്നാൽ മതി എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിന്റെ ഒരു കാര്യം. പക്ഷേ LDF സ്ഥാനാർത്ഥിയും BJP സ്ഥാനാർത്ഥിയും പറയുന്നത് തങ്ങളുടെ വോട്ടുകൾ തങ്ങൾ പെട്ടിയിലാക്കിയിട്ടുണ്ട്, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നുള്ളതാണ്. പക്ഷേ എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ വലിയ ആത്മവിശ്വാസം, ജയിക്കും എന്നൊരു ആത്മവിശ്വാസം ഒന്നും ഈ രണ്ട് ക്യാമ്പിലും അങ്ങനെ കാണാനുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ചേലക്കരയിലേക്ക് വരികയാണെങ്കിൽ പറഞ്ഞാൽ എൻ്റെ പ്രജിൻ, അത് ചേലക്കരയിൽ കണ്ട വീറും വാശിയും എൻ്റെ ഈ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗ് ജീവിതത്തിൽ വേറെ എങ്ങും കണ്ടിട്ടില്ല എന്നുള്ളതാണ്, ഇതുവരെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇത് അടിച്ചേൽപ്പിക്കപ്പെട്ട ഉപതെരഞ്ഞെടുപ്പാണോ എന്നൊക്കെ നമ്മൾ ഇന്നലെ ചില പ്രായം ചെന്ന ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് അതൊന്നും നോക്കുന്നൊന്നുമില്ല, വരുന്നു വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അവരങ്ങ് ആഘോഷിക്കുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. കാരണം അടുത്തിളക്കിയുള്ള പ്രചരണം അത് LDF നടത്തി, UDF നടത്തി, ഒപ്പം തന്നെ BJP നടത്തി. അതിൻ്റെ ആ വോട്ടിംഗ് പെർസെൻറ്റേജിൽ അത് കാണാനുണ്ട്. അതായത് 72.77% ഏറ്റവും ഒടുവിൽ രാത്രി 8 മണി വരെയുള്ള കണക്ക്. ഇന്ന് ഉച്ചയോടുകൂടി അന്തിമമായ കണക്ക് വരത്തുള്ളൂ. LDFന്റെ ഒരു പ്രതീക്ഷ തങ്ങളുടെ വോട്ടുകളെല്ലാം പെട്ടിയിൽ വീണിട്ടുണ്ട്, കുറച്ചോട്ട് ചോരും എന്നവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അത് ഭരണവിരുദ്ധ വികാരമൊക്കെ അതിനൊരു കാരണമാകാം എന്നവർ പറയുന്നു. എങ്കിലും പിടിച്ചു നിൽക്കാം എന്നാണ് അവരുടെ ഒരു കണക്ക് കൂട്ടൽ. നേരിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും ജയിക്കുമെന്ന് അവർ പറയുന്നു. പക്ഷേ രമ്യ ഹരിദാസ് UDF സ്ഥാനാർത്ഥിയും വലിയ പ്രതീക്ഷയിലാണ്. ഈ പല പട്ടികജാതി സങ്കേതങ്ങളിലേക്കുമൊക്കെ കടന്നു കയറാൻ അവർക്കും സാധിച്ചിട്ടുണ്ട്. BJP കൃത്യമായി അവരുടെ വോട്ടുകൾ, അവരുടെ കേഡർ ലോയൽ വോട്ടുകൾ അവരുടെ പെട്ടിയിലാക്കിയിട്ടുണ്ട്. പക്ഷെ പെട്ടി പൊട്ടിക്കുമ്പോഴറിയാം ആർക്കായിരിക്കും ചിരിക്കാനുള്ള അവസാന ചിരി ആരുടേതായിരിക്കുമെന്ന് ആ സമയത്തെ അറിയാൻ സാധിക്കും. എന്തായാലും ഇത്രയധികം വീറും വാശിയും വേറെ ഒരു തെരഞ്ഞെടുപ്പിലും കണ്ടിട്ടില്ല. അക്കാര്യം അടിവരയിടാം. ശരി, അപ്പൊ അതാണ് ശ്രീകാന്ത് പറയുന്നത്. എന്തായാലും ആ കണക്ക് കൂട്ടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ആ വോട്ടെണ്ണൽ ദിനത്തിൽ അറിയാം ആർക്ക് അനുകൂലമായി മാറി വോട്ടുകൾ എന്നുള്ളത്. യെസ്.